Hi everyone, this is GB Sebastian. Welcome to GB's classes. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 6ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട്. ചാപ്റ്ററിൻ്റെ പേര് ടൗൺസ് ട്രേഡേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺസ് എന്നായിരുന്നു. ലാസ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ന്യൂ ടൗൺസ് ആൻഡ് ട്രേഡേഴ്സ്. നമ്മൾ ഹംപിനെ കുറിച്ച് പഠിച്ചു, സൂറത്തിനെ കുറിച്ച് പഠിച്ചു, മസൂലിപ്പട്ടണത്തിനെ കുറിച്ച് പഠിച്ചു. ഇനി കുറച്ച് ന്യൂ ടൗൺസ് ആൻഡ് ട്രേഡേഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. പുതിയ ടൗൺസും പുതിയ ട്രേഡേഴ്സും ഒക്കെ ആരൊക്കെയായിരുന്നു ഈ പുതിയ ടൗൺസും ആരൊക്കെയായിരുന്നു ഈ പുതിയ ട്രേഡേഴ്സ്, അല്ലെങ്കിൽ ഏതൊക്കെയായിരുന്നു ഈ പുതിയ ടൗൺസ്. In the 16th and 17th centuries, European countries were searching for spices and textiles. 16th 17th സെഞ്ച്വറിയിൽ യൂറോപ്യൻ കൺട്രീസ്, യൂറോപ്പിലെ രാജ്യങ്ങൾ were searching for spices and textiles. സെർച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരയുക, അല്ലെങ്കിൽ സ്പൈസസ്, ഈ മസാലകൾ, പെപ്പറും അങ്ങനെയുള്ളതൊക്കെ, സ്പൈസസും ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണികൾ. ഇപ്പോൾ ഈ ടെക്സ്റ്റൈൽസും സ്പൈസസും ഒക്കെ വളരെ കൂടുതൽ ഡിമാൻഡായിരുന്നു അതിന് യൂറോപ്യൻ കൺട്രികളിൽ. അപ്പോൾ അവരെല്ലാവരും ഇതിനു വേണ്ടിയുള്ളൊരു തിരച്ചിലായിരുന്നു, ഈ ടെക്സ്റ്റൈൽസും ഈ തുണിത്തരങ്ങളും അതുപോലെ തന്നെ സ്പൈസസിന് വേണ്ടിയിട്ട്. വിച്ച് ഹാഡ് ബിക്കം പോപ്പുലർ ബോത്ത് ഇൻ യൂറോപ്പ് ആൻഡ് വെസ്റ്റ് ഏഷ്യ. യൂറോപ്പിലും വെസ്റ്റ് ഏഷ്യയിലും ഇത് രണ്ടും, സ്പൈസസും ടെക്സ്റ്റൈൽസും വളരെ പോപ്പുലറായിരുന്നു, വളരെ ഡിമാൻഡിങ് ആയിരുന്നു, ഒരുപാട് അതിൻ്റെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഈ യൂറോപ്പ് ഏതാ നോക്കാം. ഈ കാണുന്നതാണ് യൂറോപ്പിൽ ഈ അയർലൻഡ്, UK, ഫ്രാൻസ്, ജർമ്മനി, ബെൽജിയം, നെതർലാൻഡ്സ്, പോളണ്ട്, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഹംഗറി, ഈ കാണുന്നതെല്ലാമാണ് എന്താണ് യൂറോപ്പിൽ സ്പൈസസും ടെക്സ്റ്റൈൽസിനും തുണിത്തരങ്ങൾക്കും വളരെയധികം ഡിമാൻഡുള്ള സമയമായിരുന്നു അത്. അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് അതിൽ ടർക്കി, സിറിയ, ഇറാഖ്, സൗദി അറേബ്യ, യമൻ, ഒമാൻ, ഇതെല്ലാം ആണ് വെസ്റ്റ് ഏഷ്യയിലുള്ള രാജ്യങ്ങൾ. ഇവിടെയെല്ലാം വളരെയധികം ടെക്സ്റ്റൈൽസിൻ്റെയും സ്പൈസസിൻ്റെയും വളരെ അധികം ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഓക്കെ. ദി ഇംഗ്ലീഷ്, ഡച്ച് ആൻഡ് ഫ്രഞ്ച്, ഇംഗ്ലീഷുകാർ, ഡച്ചുകാർ, അതുപോലെ തന്നെ ഫ്രാൻസുകാർ, they formed East India companies in order to expand their commercial activities in the East. അവർ യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഇന്ത്യ ഉള്ളത്. അപ്പോൾ ആ ഇന്ത്യ എന്ന് പറയുന്നത് അവർ കിഴക്കോട്ടുള്ള കച്ചവടങ്ങളാണ്. അപ്പോൾ കിഴക്ക് ഭാഗത്തോട്ടുള്ള കച്ചവടങ്ങളെ നിയന്ത്രിക്കാനായിട്ട്, അത് റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ ഉണ്ടാക്കിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അങ്ങനെ അവർക്കെല്ലാം ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് അവരുണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു എക്സ്പാൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഇൻ ദ ഈസ്റ്റ്. കിഴക്ക് ഭാഗത്തോട്ട്, യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഇന്ത്യയൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് അവരെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇതാണ് ഇതാണ് വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത്. ഈ യൂറോപ്പിലെ രാജ്യങ്ങളാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ ഉണ്ടാക്കിയത്, ഡച്ചും ഇംഗ്ലീഷും ഫ്രാൻസും ഒക്കെ. അപ്പോൾ ഇവരുടെ എല്ലാം ഈ ഭാഗമാണ് ഈസ്റ്റ്, അല്ലെങ്കിൽ കിഴക്ക്. ഇതാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് അവരുടെ കിഴക്ക് ഭാഗത്താണ്. ഈ ഇന്ത്യയിൽ വന്നൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് അവരുണ്ടാക്കിയ കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ. ഇനിഷ്യലി ഗ്രേറ്റ് ഇന്ത്യൻ ലീഡേഴ്സ് ലൈക്ക് മുല്ല അബ്ദുൽ ഗഫൂർ, അതുപോലെ തന്നെ വിർജി വോറ, ഇവരൊക്കെയായിരുന്നു ആ സമയത്തെ ഇന്ത്യയിലെ മെയിനായിട്ടുള്ള കച്ചവടക്കാർ. ഹു ഓൺഡ് എ ലാർജ് നമ്പർ ഓഫ് ഷിപ്സ് കമ്പീറ്റഡ് വിത്ത് ദം. അപ്പോൾ ഇവരിലും ഒരുപാട് ഷിപ്പുകളുണ്ടായിരുന്നു, കപ്പലുകളുണ്ടായിരുന്നു. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരുമായിട്ട് അവർക്ക് വലിയൊരു കോമ്പറ്റീഷൻ ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഇവരൊക്കെ ആയിരുന്നു. ഈ മുല്ല അബ്ദുൽ ഗഫൂറും വിർജി വോറയൊക്കെ വലിയ ട്രേഡേഴ്സ് ആയിരുന്നു, വലിയ കച്ചവടക്കാരായിരുന്നു ഇന്ത്യയിലെ ആ സമയത്ത്. അവർക്ക് വലിയൊരു കോമ്പറ്റീഷനായിരുന്നു. However, the European companies used their naval power
to gain control of the sea trade and forced Indian traders to work as their agents. പക്ഷേ എന്നിരുന്നാലും എന്ത് പറ്റി? ദ യൂറോപ്യൻ കമ്പനീസ് യൂസ്ഡ് ദെയർ നേവൽ പവർ. നേവി അവർക്കൊരു കപ്പലുകളും അതിലെ ആയുധങ്ങളും ഒരുപാട് യൂറോപ്യൻ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരെടുത്തുണ്ടായിരുന്നു. അത്രത്തോളം കപ്പലുകളോ അത്ര വലിയ സന്നാഹങ്ങളോ നേവൽ ഫോഴ്സോ ഒന്നും ഇവിടുത്തെ കച്ചവടക്കാരത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ യൂറോപ്യൻ കൺട്രീസ് അവരുടെ നേവൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ സീ ട്രേഡ്, കടൽ മാർഗമുള്ള കച്ചവടം അവർക്ക് വളരെ ഈസി ആയിരുന്നു. അവരുടെ അടുത്ത് ഇത്രയും വലിയ നേവിയും കപ്പലുകളൊക്കെ ഉള്ളതുകൊണ്ട്. ആൻഡ് ഫോഴ്സ്ഡ് ഇന്ത്യൻ ട്രേഡേഴ്സ് ടു വർക്ക് ആസ് ദെയർ ഏജൻറ്റ്സ്. അങ്ങനെ ഇവിടെയുള്ള ഇന്ത്യൻ ട്രേഡേഴ്സ് അവരുടെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു. അവർക്ക് സാധനങ്ങൾ എത്തിക്കാനും അങ്ങനെ അവരുടെ ഏജൻ്റായിട്ട് ഈ ഇന്ത്യയിലുള്ള കച്ചവടക്കാർക്ക് മാറേണ്ടി വന്നു, വർക്ക് ചെയ്യേണ്ടി വന്നു. എന്താണെന്ന് അവരുടെ വളരെയധികം കോമ്പറ്റീഷൻ അവരുടെ അടുത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ അടുത്ത് വളരെ നേവൽ പവർ നേവി അവരുടെ കപ്പലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. നേവൽ പവർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. Ultimately, the English emerged as most successful commercial and political power in the subcontinent. Ultimately, അവസാനം എന്തായി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാർ എമേർജ്ഡ് ആസ് എ മോസ്റ്റ് സക്സസ്ഫുൾ കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പവർ. വളരെ സക്സസ്ഫുള്ളായ കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡ്, കച്ചവടത്തിൻ്റെയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പവർ. അവർ മെല്ലെ ഇവിടുത്തെ ആൾക്കാരെ ഭരിക്കാനും അഡ്മിനിസ്ട്രേഷനൊക്കെ അവരുടെ കയ്യിലായി. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷുകാർ മെല്ലെ ഈ സബ് കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാരെ ഭരിക്കാനും അതുപോലെ തന്നെ അവിടെ ഒരുപാട് കച്ചവടമൊക്കെ അവരുടെ കീഴിലായി മാറി മെല്ലെ. ഓക്കെ. The spurt in the demand for goods like textiles led to an expansion of the crafts of spinning, weaving, bleaching, dyeing, etc. With more and more people, the spurt in the demand for goods like textiles. സ്പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുക അല്ലെങ്കിൽ വളർന്നു വരുന്ന ഡിമാൻഡ്. എന്തൊക്കെ ഗുഡ്സിൻ്റെ ഡിമാൻഡാണ്? ടെക്സ്റ്റൈൽസിനെ പോലുള്ള തുണികളിലുള്ള തുണിത്തരത്തിൻ്റെ ഈ ഡിമാൻഡ് ഒരുപാട് കൂടി. തുണിക്കച്ചവടം ലെഡ് ടു എ ഗ്രേറ്റ് എക്സ്പാൻഷൻ ഇൻ ദ ക്രാഫ്റ്റ്സ്. അപ്പോൾ അങ്ങനെ ഡിമാൻഡ് കൂടിയപ്പോൾ, തുണികളിലെ ടെക്സ്റ്റൈൽസിൻ്റെ ഡിമാൻഡ് കൂടിയപ്പോൾ അതിൻ്റെ കലകൾ അല്ലെങ്കിൽ അതിലെ ക്രാഫ്റ്റ് അതിലും എക്സ്പാൻഷൻ വന്നു, അതിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. എന്തൊക്കെ? സ്പിന്നിങ്ങിൽ, വീവിങ്ങിൽ, ബ്ലീച്ചിങ്ങിൽ, ഡൈയിങ്ങിൽ, ഇതിലെല്ലാത്തിലും തുണിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ എല്ലാ ക്രാഫ്റ്റും അതും ഇമ്പ്രൂവായി. വിത്ത് മോർ പീപ്പിൾ ടേക്കിംഗ് ദം അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ആ ജോലികളൊക്കെ സ്പിന്നിങ്ങും വീവിങ്ങും ഡൈയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും തുടങ്ങി. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഡിസൈൻസ് ബിക്കെയിം ഇൻക്രീസിംഗ്ലി റിഫൈൻഡ്. ഇന്ത്യൻ തുണികളിലെ ഡിസൈൻസൊക്കെ വളരെ നല്ല റിഫൈൻഡായി അല്ലെങ്കിൽ ഇംപ്രൂവ് ആയി, വളരെയധികം മെച്ചപ്പെട്ടു. However, this period also saw the decline of the independence of craftspersons. ആ ക്രാഫ്റ്റൊക്കെ ഇമ്പ്രൂവായി, ഒരുപാട് മെച്ചപ്പെട്ടു, അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവായി. പക്ഷേ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഹവെവർ എന്നിരുന്നാലും ദിസ് പീരിയഡ് ഓൾസോ സോ എ ഡിക്ലൈൻ ഇൻ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ദ ക്രാഫ്റ്റ് പേഴ്സൺസ്. ആ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ സ്പിന്നിങ്ങും വീവിങ്ങും ഡൈയിങ്ങും എല്ലാം ചെയ്തിരുന്ന ഈ ക്രാഫ്റ്റ് പേഴ്സൺസ്, അത് ചെയ്തിരുന്ന ആൾക്കാർ, അവരുടെ ഇൻഡിപെൻഡൻസ്, അവരുടെ സ്വാതന്ത്ര്യമില്ലാണ്ടായി. അവരുടെ സ്വാതന്ത്ര്യം കുറഞ്ഞു വന്നു. ദേ നൗ ബിഗാൻ ടു വർക്ക് ഓൺ എ സിസ്റ്റം ഓഫ് അഡ്വാൻസസ്. ഇപ്പോൾ ഇംഗ്ലീഷുകാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ എന്ത് ചെയ്യും? ഇവർക്ക് വീവേഴ്സിന്, ഈ നെയ്ത്തുകാർക്ക് ഇങ്ങനെയുള്ള പണികൾ ചെയ്യുന്ന ക്രാഫ്റ്റ് പേഴ്സൺസിൻ്റെ ഓൾറെഡി അഡ്വാൻസ് കൊടുത്തിട്ട് ഇന്ന പണി ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു കൊടുക്കണം എന്ന ഒരു ഇതായി. They now began to work on a system of advances. അവരവിടെ നിന്ന് അഡ്വാൻസ് വാങ്ങും, which meant that they had to weave cloth which was already promised to European agents. യൂറോപ്യൻ കച്ചവടക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആ രീതിയിൽ
അവർ പറയുന്നതനുസരിച്ച് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടി വന്നു. ഈ ക്രാഫ്റ്റ് പേഴ്സൺസ്, ഇന്ത്യയിലെ വീവേഴ്സിനെല്ലാം അങ്ങനെ ചെയ്തു കൊടുക്കേണ്ടി വന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി അവരിൽ നിന്ന് അഡ്വാൻസ് വാങ്ങുമായിരുന്നു, അഡ്വാൻസ് കൊടുക്കും. അങ്ങനെ അവർ പറയുന്നത് എന്താണോ അത് ചെയ്തു കൊടുക്കണം. യൂറോപ്യൻ ഏജൻസ് എന്താണോ പറയുന്നത് അത് ചെയ്തു കൊടുക്കണം. ഇവരുടെ ഫ്രീഡം എല്ലാം തീർന്നു. ഇവരുടെ സ്വതന്ത്രമായിട്ട് അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനോ അവർ ഡിസൈൻ ചെയ്യാനോ ഒന്നും പറ്റില്ല. യൂറോപ്യൻസ് പറയുന്ന, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ പറയുന്ന എന്താണോ ഡിസൈൻ, എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ ചെയ്തു കൊടുക്കണം. ഓക്കെ, വീവേഴ്സ് നോ ലോങ്ങർ ഹാഡ് ദ ലിബർട്ടി ഓഫ് സെല്ലിങ് ദെയർ ഓൺ ക്ലോത്ത് ഓർ വീവിങ് ദെയർ ഓൺ പാറ്റേൺസ്. അപ്പോൾ അവർക്ക് എന്തിൻ്റെ സ്വാതന്ത്ര്യം ഇല്ല. വീവേഴ്സ് നോ ലോങ്ങർ ഹാഡ് ദ ലിബർട്ടി, സ്വാതന്ത്ര്യം എന്തിനില്ല, സെല്ലിങ് ദെയർ ഓൺ ക്ലോത്ത്, അവരുടെ സ്വന്തം ഉണ്ടാക്കിയ തുണികൾ വിൽക്കാനുള്ള അധികാരം അവർക്കില്ല. എന്താണെന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി അവരിൽ നിന്ന് അഡ്വാൻസ് വാങ്ങി. അപ്പോൾ അവർക്ക് യൂറോപ്യൻസിന്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അവർക്ക് ആദ്യം ചെയ്തു കൊടുക്കണം. ഓർ വീവിങ് ദെയർ ഓൺ പാറ്റേൺ, സ്വന്തമായിട്ടുള്ള പാറ്റേൺ ഡിസൈനിലൊന്നും അവർക്ക് തുണി നെയ്യാനും പാടില്ല. ദേ ഹാഡ് ടു റീപ്രൊഡ്യൂസ് ദ ഡിസൈൻ സപ്ലൈഡ് ടു ദെം ബൈ ദ കമ്പനി ഏജൻസ്. ആ കമ്പനീൻ്റെ ഏജൻസ് എന്ത് ഡിസൈനാണോ ഇവരോട് ചെയ്യാൻ പറയുന്നത് അതുപോലെ ചെയ്തു കൊടുക്കുക, അത്രമാത്രം അത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാണ്ടായി. ദ 18th century saw the rise of ബോംബെ, കൽക്കട്ട ആൻഡ് മദ്രാസ്. ഇതാണ് ന്യൂ ടൗൺസ്. 18th century ആയപ്പോഴേക്കും പുതിയ പുതിയ ടൗണുകൾ, ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു ബോംബെ എവിടെയാണെന്ന്, മഹാരാഷ്ട്രയിലൊരു സ്ഥലമാണ്, സൂറത്തിൻ്റെയൊക്കെ അടുത്തുള്ള. കൽക്കട്ട വെസ്റ്റ് ബംഗാളിൽ ഇപ്പുറത്തെ സൈഡിൽ, ഈസ്റ്റേൺ സൈഡിലുള്ള സ്ഥലമാണ്. മദ്രാസ് എന്ന് പറയുന്നത് സൗത്തിലുള്ള ചെന്നൈ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഈ 3 മെയിനായിട്ടുള്ള ടൗൺസ്, പട്ടണങ്ങൾ വികസിച്ച് വരികയാണ് 18th century ആയപ്പോഴേക്കും. വിച്ച് ആർ നോഡൽ സിറ്റീസ് ടുഡേ. ഇപ്പോഴും ഒരു നോഡൽ സിറ്റികളാണ്, മെയിനായിട്ടുള്ള സിറ്റികളാണ്. അന്നും ഈ സിറ്റികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. Crafts and commerce underwent major changes as merchants and artisans, such as weavers, were moved into black towns established by European companies within these new cities. ഈ പുതിയ സിറ്റികളിൽ ബ്ലാക്ക് ടൗൺസും വൈറ്റ് ടൗൺസും എന്നും പറഞ്ഞ് അവർ ഡിവൈഡ് ചെയ്ത് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഏരിയകൾ ഡിവൈഡ് ചെയ്തിരുന്നു. ബ്ലാക്ക് ടൗൺസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്സിന് അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻസിനുള്ള ഏരിയ, അവിടെ അവർക്ക് താമസിക്കാൻ പറ്റുള്ളൂ. വൈറ്റ് ടൗൺസ് എന്ന് പറയുന്നത് അവരെ പോലുള്ള ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരെ പോലുള്ള യൂറോപ്യൻസിനെ പോലുള്ള വെള്ളക്കാർക്ക് താമസിക്കാനുള്ള വൈറ്റ് ടൗൺസ്. നല്ല സ്ഥലങ്ങളിൽ അവർ താമസിക്കുന്നു, ബ്ലാക്ക് ടൗൺസ് അല്ലെങ്കിൽ അത്ര നല്ലതല്ലാത്ത സ്ഥലങ്ങളിൽ ഇന്ത്യക്കാർക്ക്. അപ്പോൾ ഈ ക്രാഫ്റ്റ്സ് ആൻഡ് കൊമേഴ്സ് അണ്ടർവെൻ മേജർ ചേഞ്ചസ്. ക്രാഫ്റ്റിലും കച്ചവടത്തിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു. ആസ് മെർച്ചൻസ് ആൻഡ് ആർട്ടിസൻസ്, കച്ചവടക്കാരും അതുപോലെ തന്നെ കലാകാർ അല്ലെങ്കിൽ ഈ ആർട്ടിസൻസ്, ഈ കൈ കൊണ്ട് പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ, ഈ വീവേഴ്സ് എല്ലാം, നെയ്ത്തുകാരെല്ലാം അവരെന്ത് ചെയ്തു, വെർ മൂവ്ഡ് ഇൻ ടു ബ്ലാക്ക് ടൗൺസ്, അവരെല്ലാം ബ്ലാക്ക് ടൗൺസിലോട്ട് മാറ്റി. എസ്റ്റാബ്ലിഷ്ഡ് ബൈ യൂറോപ്യൻ കമ്പനീസ് വിത്തിൻ ദീസ് സിറ്റീസ്. ഈ സിറ്റീസിൻ്റെ ഉള്ളിൽ അവർ ബ്ലാക്ക് ടൗൺസും വൈറ്റ് ടൗൺസും യൂറോപ്യൻസ് ഉണ്ടാക്കിയിരുന്നു. ഈ മെർച്ചൻസിനെയും കച്ചവടക്കാരെയും ഈ ആർട്ടിസൻസിനെയൊക്കെ അവർ അങ്ങോട്ട് ബ്ലാക്ക് ടൗണിലോട്ട് മാറ്റി. ദി ബ്ലാക്സ് ഓർ നേറ്റീവ് ട്രേഡേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺസ് വെർ കൺഫൈൻഡ് ഹിയർ വൈൽ ദ വൈറ്റ് റൂളേഴ്സ് ഒക്കുപൈഡ് സുപ്പീരിയർ റെസിഡൻസീസ്. അപ്പോൾ ബ്ലാക്സ് അല്ലെങ്കിൽ നേറ്റീവ് ട്രേഡേഴ്സ്, ഇവിടെയുള്ള കച്ചവടക്കാരും അതുപോലെ തന്നെ ബ്ലാക്സ് കറുത്ത വർഗ്ഗക്കാരും അവരെന്ത് ചെയ്തു, അതുപോലെ തന്നെ ക്രാഫ്റ്റ് പേഴ്സൺസ്, ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന എല്ലാവരെയും ക്രാഫ്റ്റ് പേഴ്സൺസ് എന്നാണ് പറയുന്നത്. അവർ വേർ ഓൾ കൺഫൈൻഡ് ഹിയർ, അവരെല്ലാം ഈ ബ്ലാക്ക് ടൗണിലോട്ട് മാറ്റി. വൈൽ വൈറ്റ് റൂളേഴ്സ് ഒക്കുപൈഡ് ദ സുപ്പീരിയർ റെസിഡൻസീസ്. വൈറ്റ് റൂളേഴ്സ്, വെള്ളക്കാരെന്ത് ചെയ്തു, അവർ നല്ല റെസിഡൻസി, നല്ല ഏരിയ, റെസിഡൻഷ്യൽ ഏരിയകളിൽ അവരുടെ ലൊക്കേഷൻ, അവരുടെ വീടുകളുണ്ടാക്കി. സുപ്പീരിയർ റെസിഡൻസീസ് ഓഫ് ഫോർട്ട് സെൻറ്റ് ജോർജ് ഇൻ മദ്രാസിലെ സെൻറ്റ് ജോർജ് പോർട്ട് തുറമുഖം, അതുപോലെ തന്നെ ഫോർട്ട് തുറമുഖമല്ല കോട്ട, സെൻറ്റ് ജോർജ് ഇൻ മദ്രാസ് ആൻഡ് ഫോർട്ട്
സെൻറ്റ് വില്യം ഇൻ കൽക്കട്ട. ഇതൊക്കെ മെയിനായിട്ടുള്ള അവിടുത്തെ സ്ഥലങ്ങൾ, നല്ല സ്ഥലങ്ങൾ, പോഷായ ഏരിയ ആയിട്ടുള്ള നല്ല സ്ഥലങ്ങൾ. അവിടെ അത് വൈറ്റ് ടൗൺസ്, അവിടെ വൈറ്റ് അല്ലെങ്കിൽ വെള്ളക്കാർ താമസിച്ചു. ദ സ്റ്റോറി ഓഫ് ക്രാഫ്റ്റ്സ് ആൻഡ് കൊമേഴ്സ് ഇൻ ദ 18th century വിൽ ബി ടേക്കൻ പിന്നെ നെക്സ്റ്റ് ഇയറിൽ ഈ ക്രാഫ്റ്റിനും കൊമേഴ്സിനും 18th centuryയിലുള്ള ക്രാഫ്റ്റും കൊമേഴ്സൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇയർ എട്ടാം ക്ലാസ്സിലെ പാഠത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയായിരുന്നു എന്താ പുതിയ ടൗൺസിൽ നമ്മുടെ ഏതൊക്കെയായിരുന്നു? ബോംബെ, കൽക്കട്ട, പിന്നെ മദ്രാസ്. പിന്നെ അവിടെ വൈറ്റ് ടൗണും ബ്ലാക്ക് ടൗണും അതൊക്കെയായിരുന്നു ചേഞ്ചസ്. പിന്നെ കൊമേഴ്സിൽ, ട്രേഡിൽ ചേഞ്ച് വന്നു, കച്ചവടത്തിൽ ചേഞ്ച് വന്നു, അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ചേഞ്ച് വന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ ന്യൂ ടൗൺസ് ആൻഡ് ട്രേഡേഴ്സ്. കച്ചവടക്കാർ മാറി, കച്ചവടക്കാരിൽ ചേഞ്ച് വന്നു. ഇതൊക്കെയായിരുന്നു ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കാണാം. ഇതൊരു വൈറ്റ് ടൗൺ ആയിരിക്കാം. ഓക്കെ, അവിടെ പാവപ്പെട്ട കറുത്ത വർഗ്ഗക്കാരുകൊണ്ട് അവർ പണി ചെയ്യിപ്പിക്കുന്നു, മറ്റുള്ളവർ നോക്കി നിൽക്കുന്നു. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട് വാസ്കോ ഡ ഗാമ ആൻഡ് ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ച്. ഓക്കെ, വാസ്കോ ഡ ഗാമയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം, ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ചും കേട്ടിട്ടുണ്ടാവാം. ഇൻ ദ 15th century യൂറോപ്യൻ സെയിലേഴ്സ് undertook unprecedented explorations of sea routes. അപ്പോൾ ഈ 15th century യൂറോപ്യൻ സെയിലേഴ്സ്, യൂറോപ്പിലെ കച്ചവടക്കാർ, അവർ സീ റൂട്ടുകൾ, കടൽ മാർഗം പല വഴികൾ അല്ലെങ്കിൽ പല രാജ്യങ്ങൾ കണ്ടെത്തുക അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു. അവരങ്ങനെ ചെയ്യുമായിരുന്നു. സീ റൂട്ടുകൾ കണ്ടെത്തുക, കടലിലൂടെ പല രാജ്യങ്ങൾ കണ്ടെത്തുക. അങ്ങനെ യൂറോപ്യൻ സെയിലേഴ്സ് അവരുടെ കച്ചവടങ്ങൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ പല പുതിയ ഏരിയകൾ കണ്ടെത്തും. ദേ വർ ഡ്രിവൺ ബൈ ദ ഡിസയർ ടു ഫൈൻഡ് വെയ്സ് ഓഫ് റീച്ചിങ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ആൻഡ് ഒബ്റ്റെയിനിങ് സ്പൈസസ്. അപ്പോൾ അവരുടെ ഒരു മെയിൻ ഡിസയർ, ആഗ്രഹം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിലെത്തുക, ഇന്ത്യയിലെത്തുക, അതുപോലെ തന്നെ ഇവിടുത്തെ സ്പൈസസ് ഒബ്റ്റെയിൻ ചെയ്യുക, അത് സ്പൈസസിനെ വാങ്ങുക, അതിൻ്റെ കച്ചവടം ചെയ്യുക, അതായിരുന്നു അതിൻ്റെ മെയിനായിട്ടുള്ള എയിം. അപ്പോൾ വാസ്കോ ഡ ഗാമ പോർച്ചുഗീസിലെ കച്ചവടക്കാരനാണ് വാസ്കോ ഡ ഗാമ. സെയിൽ ഡൗൺ ഫ്രം ആഫ്രിക്കൻ കോസ്റ്റിലൂടെ കടന്നു വന്ന് വെൻറ്റ് റൗണ്ട് ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആൻഡ് ക്രോസ്ഡ് ഓവർ ടു ദി ഇന്ത്യൻ ഓഷൻ. നമുക്ക് ഇത് കാണാം. ഇവിടെ പോർച്ചുഗൽ എവിടെയാണ്? ഈ കാണുന്നതാണ് പോർച്ചുഗൽ. ഈ പോർച്ചുഗലിൽ നിന്ന് ആ വാസ്കോ ഡ ഗാമ ഈ ആഫ്രിക്കേൻ്റെ സൈഡിൽ കൂടെ താഴത്ത് വന്ന് ഇവിടെ ഈ മൊനമ്പിനെയാണ് പറയുന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അത് കവർ ചെയ്ത് എവിടെ വന്നു? ഇന്ത്യൻ ഓഷനിൽ വന്നു. ഇന്ത്യൻ ഓഷനിൽ കൂടെ എവിടെ എത്തി? ഇന്ത്യയിലെത്തി. ഇങ്ങനെയായിരുന്നു ഇന്ത്യയിൽ വാസ്കോ ഡ ഗാമ വന്നത്. വാസ്കോ ഡ ഗാമ വന്നത് അതും നമ്മുടെ കോഴിക്കോടാണ് വന്ന് വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങുന്നത്. അപ്പോൾ വാസ്കോ ഡ ഗാമ അവിടെ നിന്ന് വന്ന് ഇന്ത്യയെ ആദ്യമായിട്ട് യൂറോപ്യൻ ട്രേഡർ വന്ന് നമ്മുടെ ഇന്ത്യയെ കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഈ വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് സെയിലർ സെയിൽ ഡൗൺ ദ ആഫ്രിക്കൻ കോസ്റ്റ്, ആഫ്രിക്കയിലെ കടൽ തീരത്ത് കൂടെ വന്ന് വെൻറ്റ് റൗണ്ട് ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആൻഡ് ക്രോസ്ഡ് ഓവർ ടു ദ ഇന്ത്യൻ ഓഷനിലെത്തി. ഹിസ് ഫസ്റ്റ് ജേർണി ടുക്ക് മോർ ദാൻ എൻ ഇയർ. ഒരു വർഷത്തിൽ കൂടുതലെടുത്തു അവിടെ നിന്ന് ഇന്ത്യയിലെത്താനായിട്ട്. ഫസ്റ്റ് ജേർണി. ഹീ റീച്ച്ഡ് കാലിക്കറ്റ് ഇൻ 1498. 1498 കോഴിക്കോടാണ് ഈ വാസ്കോ ഡ ഗാമ എത്തിയത്, നമ്മുടെ കേരളത്തിലെ കോഴിക്കോട്. ഹീ റിട്ടേൺ ടു ലിസ്ബൺ പോർച്ചുഗീസിലെ തന്നെ സ്ഥലമാണ്. ഇവിടെ വന്ന് തിരിച്ചുപോയി. ദ ക്യാപിറ്റൽ ഓഫ് പോർച്ചുഗലിൻ്റെ ക്യാപിറ്റലായ ലിസ്ബണിലോട്ട് പിന്നെ തിരിച്ചുപോയി. ദ ഫോളോയിങ് ഇയർ, നെക്സ്റ്റ് ഇയർ തിരിച്ചുപോയി. ഹീ ലോസ്റ്റ് 2 of his ships, 4 ships. 4 കപ്പലുണ്ടായിരുന്നതിൽ 2 നഷ്ടപ്പെട്ടു ഈ വരവിൽ. ആൻഡ് ഔട്ട് ഓഫ് 170 men at the start of the journey, only 54 survived. 170 പേരുണ്ടായിരുന്നു ആദ്യം വരുമ്പോൾ അയാളുടെ കൂടെ. അതിൽ 54 പേര് മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ. അവരെ സർവൈവ് ചെയ്തുള്ളൂ, ബാക്കി എല്ലാവരും മരിച്ചും ചെയ്തു ഈ വരുന്ന വഴിയിൽ. ഇൻ സ്പൈറ്റ് ഓഫ് ഒബ്വിയസ് ഹസാർഡ്സ്, അങ്ങനെ പല പ്രതിബന്ധങ്ങളും പല ഓബ്സ്റ്റക്കിൾസും ഉണ്ടായിരുന്നു. The routes were opened up
പ്രൂവ് ടു ബി എക്സ്ട്രീംലി പ്രോഫിറ്റബിൾ. അങ്ങനെ ഇയാൾ കണ്ടെത്തിയ റൂട്ട് എന്ന് പറയുന്നത് ഒരുപാട് പ്രോഫിറ്റബിൾ ആയിരുന്നു. ഒരുപാട് കച്ചവടം ചെയ്യാൻ പറ്റിയവർക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റി, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. ആൻഡ് ഹീ വാസ് ഫോളോഡ് ബൈ ഇംഗ്ലീഷ്, ഡച്ച് ആൻഡ് ഫ്രഞ്ച് സെയിലേഴ്സ്. അപ്പോൾ ഈ വാസ്കോഡ ഗാമ വന്നുപോയി. പിന്നെ വാസ്കോഡ ഗാമനെ പിന്തുടർന്ന് ഇംഗ്ലീഷും ഡച്ചും ഫ്രഞ്ച് സെയിലേഴ്സും എല്ലാവരും ഇന്ത്യയിലോട്ട് എത്തി. ഓക്കെ, ഇതായിരുന്നു വാസ്കോഡ ഗാമ. വാസ്കോഡ നമുക്കിവിടെ ആർട്ടിക് ഓഷൻ കാണാം. ഇത് അറ്റ്ലാന്റിക് ഓഷനാണ്. ഇതെല്ലാം അറ്റ്ലാന്റിക് ഓഷൻ. പോർച്ചുഗീസിലൂടെ അറ്റ്ലാന്റിക് ഓഷനിലൂടെ വന്ന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ വന്നു. ഇത് സദേൺ ഓഷൻ. ഇനി ഇവിടെ വന്നിട്ട് ഇന്ത്യൻ ഓഷനിൽ വന്നു. അങ്ങനെയാണ് ഇന്ത്യയിലെത്തിയത്. ഈ സൈഡിൽ കാണുന്നതാണ് പസഫിക് ഓഷൻ. ഇത് ഭൂമി ഉരുണ്ടതുകൊണ്ട് ഈ പസഫിക് ഓഷൻ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന വാസ്കോഡ ഗാമേൻ്റെ റൂട്ട്, വാസ്കോഡ ഗാമ ലിസ്ബണിൽ നിന്ന് ഈ ആരോ കാണിച്ചിരിക്കുന്നത് ഇതിലേ വന്നു ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലെത്തി. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു നമ്മുടെ കാലിക്കട്ടെത്തി. അതിന് തിരിച്ചു പോയ റൂട്ടും കാണിക്കുന്നുണ്ട്. തിരിച്ചുപോയി ഇവിടെ, പിന്നീട് ലിസ്ബണിലോട്ട് തന്നെ, പോർച്ചുഗലിലെ ലിസ്ബണിലോട്ട് തിരിച്ചുപോയി. ഇതാണ് വാസ്കോഡ ഗാമയുടെ റൂട്ട് കാണിക്കുന്നത്. ഇത് ആഫ്രിക്കേൻ്റെ കോസ്റ്റിലൂടെ താഴെ വന്ന് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ ഇവിടെ നമ്മുടെ കോഴിക്കോട് വന്നു. ഇന്ത്യ, ഇത് ഇന്ത്യയാണ്, ഇത് പോർച്ചുഗൽ. ഓക്കെ. ദ സെർച്ച് ഓഫ് സീ റൂട്ട്സ് ടു ഇന്ത്യ ഹാഡ് അനദർ അൺഎക്സ്പെക്റ്റഡ് ഫോളോ ഔട്ട്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയെ കണ്ടുപിടിക്കാനായിട്ട് ആ തെരച്ചിലിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് റിസൾട്ടും കൂടി ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഓൺ ദ അസംഷൻ ദാറ്റ് ദ എർത്ത് വാസ് റൗണ്ട്. അപ്പോൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ഭൂമി ഉരുണ്ടതാണെന്ന്. അപ്പോൾ ഉരുണ്ടതാണെങ്കിൽ ഈ നമ്മുടെ വാസ്കോഡ ഗാമ ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്കോട്ട് പോയിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെത്തിയത്. അപ്പോൾ ഈ ക്രിസ്റ്റഫർ കൊളംബസ് വിചാരിച്ചു ഉരുണ്ടതാണെങ്കിൽ ഞാൻ വടക്കോട്ട് പോയാലും എനിക്ക് ആ സ്ഥലത്ത് തന്നെ എത്തിപ്പെടാമെന്ന് ആര് വിചാരിച്ചു? ക്രിസ്റ്റഫർ കൊളംബസ്. സോ ഓൺ അസംഷൻ ദാറ്റ് എർത്ത് വാസ് റൗണ്ട്, ക്രിസ്റ്റഫർ കൊളംബസ്, ആൻ ഇറ്റാലിയൻ സെയിലർ, ഇറ്റാലിയനാണ്, ഇറ്റലിക്കാരൻ, ഡിസൈഡഡ് ടു സെയിൽ വെസ്റ്റ് വേർഡ്സ് അക്രോസ് ദ അറ്റ്ലാന്റിക് ഓഷൻ. അറ്റ്ലാന്റിക് ഓഷനിലൂടെ വടക്കോട്ട് പോവാമെന്ന് അയാൾ വിചാരിച്ചു. ടു ഫൈൻഡ് എ റൂട്ട് ടു ഇന്ത്യ. അപ്പോൾ അറ്റ്ലാന്റിക് ഓഷനിലൂടെ വടക്കോട്ട് പോയാലും അവിടെ തന്നെ തിരിച്ചെത്തണം. ഇപ്പോൾ ഇവിടെ നിന്ന് ഈസ്റ്റ് ഭാഗത്തോട്ട് കിഴക്ക് പോയപ്പോഴാണ് ഇന്ത്യയിലെത്തിയെങ്കിൽ, അപ്പോൾ ഈ അറ്റ്ലാന്റിക് ഓഷനിലൂടെ വടക്കോട്ട് പോവുകയാണെങ്കിലും ഇന്ത്യയിലെത്താൻ പറ്റില്ലേ? ആ ഒരു അസംഷനിലാണ് ക്രിസ്റ്റഫർ കൊളംബസ് വടക്കോട്ട് വെച്ച് പിടിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയെ കണ്ടുപിടിക്കാനായിട്ട് വടക്കോട്ട് പോയി. ഹീ ലാൻഡഡ് ഇൻ വെസ്റ്റ് ഇൻഡീസ്. പക്ഷേ ഇന്ത്യയിലല്ല എത്തിയത്, വെസ്റ്റ് ഇൻഡീസിലാണ് എത്തിയത്. വിച്ച് ഗോട്ട് ദെയർ നെയിം ബിക്കോസ് ഓഫ് ദിസ് കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷൻ കൊണ്ടാണ് വെസ്റ്റിൽ പടിഞ്ഞാറ് ഇന്ത്യയെ നോക്കി പടിഞ്ഞാറോട്ട് പോയപ്പോൾ അവിടെ ഒരു സ്ഥലം കണ്ടു, പക്ഷേ അത് ഇന്ത്യ ആയിരുന്നില്ല, അത് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ കൊണ്ടാണ് ആ രാജ്യത്തിന് വെസ്റ്റ് ഇൻഡീസ് എന്ന പേര് വന്നത്. അതും എപ്പോഴാണ്? 1492. ഹി വാസ് ഫോളോഡ് ബൈ സെയിലേഴ്സ് ആൻഡ് കോൺക്വറേഴ്സ് ഫ്രം സ്പെയിൻ. സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നുള്ള കച്ചവടക്കാരെല്ലാം ഈ ക്രിസ്റ്റഫർ കൊളംബസിനെ ഫോളോ ചെയ്ത് എങ്ങോട്ടെത്തി? വെസ്റ്റ് ഇൻഡീസിലെത്തി. ഹി ഓക്കുപ്പൈഡ് ലാർജ് പാർട്സ് ഓഫ് സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്ക. സെൻട്രൽ അമേരിക്ക അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലും ഒരുപാട് ഭാഗങ്ങളിൽ അവർ പിടിച്ചെടുത്തു, അല്ലെങ്കിൽ അവർ ഓക്കുപ്പൈ ചെയ്തു. ഓഫൺ ഡിസ്ട്രോയിങ് ഏർലിയർ സെറ്റിൽമെൻറ്റ്സ് ഓഫ് ദി ഏരിയ. അവിടെ ഉണ്ടായിരുന്ന മുമ്പുള്ള എല്ലാ സെറ്റിൽമെൻറ്റ്സും എല്ലാ താമസങ്ങളും എല്ലാം ഒഴിപ്പിച്ച് അവർ ഓക്കുപ്പൈ ചെയ്തു ആ സ്ഥലങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെയാണ് വെസ്റ്റ് ഇൻഡീസ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഇത് ഒരു ഗ്ലോബ് നിർത്തി വെച്ചിരിക്കുന്നതാണ്. ഈ പോർച്ചുഗൽ ഇവിടെയാണ്. പോർച്ചുഗലിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോയപ്പോഴാണ് ഇന്ത്യയിലെത്തിയത്. അപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ് വിചാരിച്ചു ഇങ്ങനെ വെസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ, അറ്റ്ലാന്റിക് ഓഷനിലൂടെ വെസ്റ്റിലോട്ട് പോവുകയാണെങ്കിലും എനിക്ക് തിരിച്ച് ഇവിടെ എത്താൻ പറ്റണം. അങ്ങനെ വിചാരിച്ചാണ് പോയത്. പക്ഷേ പോയിട്ട് എവിടെ എത്തിയത്? ഇവിടെയാണ് ഒരു ലാൻഡ് ഉള്ളത്, അത് ഇന്ത്യ ആണെന്ന് വിചാരിച്ചു. പക്ഷേ അത് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു. ഓക്കെ, ഇതാ നോക്കിയേ, പോർച്ചുഗീസിൽ നിന്ന് ഇങ്ങോട്ട് പോയി അറ്റ്ലാന്റിക് ഓഷനിലൂടെ പോയി എത്തിയത് എവിടെയാണ്? ഈ സ്ഥലത്ത്. ഇത് വെസ്റ്റ് ഇൻഡീസാണ്. ഈ മുകളിൽ കാണുന്നത് നോർത്ത് അമേരിക്കയും താഴെ കാണുന്നത് സൗത്ത് അമേരിക്കയും. അപ്പോൾ അവർ പോയി, പിന്നെ അത് കഴിഞ്ഞ് അതിനെ ഫോളോ ചെയ്ത് പല കച്ചവടക്കാരും പോയി. അങ്ങനെ സൗത്ത് അമേരിക്കയിലൊക്കെ അവർ ഓക്കുപ്പൈ ചെയ്തു.
ഓക്കെ. ഇപ്പോൾ ഇതാ ഈ ഇവിടെ നിന്നാണ് പോർച്ചുഗലിൽ നിന്ന് ഇങ്ങനെ പോയി വെസ്റ്റിലോട്ട് പോയി അങ്ങനത്തെ എത്തിയതാണ് വെസ്റ്റ് ഇൻഡീസിലോട്ട്. ഇവർ വിചാരിച്ചു ഇതെല്ലാം ഇന്ത്യ ആണെന്ന്. പക്ഷേ ഇന്ത്യ അല്ല, അതെല്ലാം ഇത് സൗത്ത് അമേരിക്കയും ഇത് നോർത്ത് അമേരിക്കയായിരുന്നു. അതിൻ്റെ ഇടയിൽ വെസ്റ്റ് ഇൻഡീസും. ഓക്കെ, അങ്ങനെയാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ പേര് വന്നത്. അപ്പോൾ മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.